നാട് പിന്നിട്ട് കാടിൻ്റെ അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ തമ്പുരാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചു. പൊരിഞ്ഞ വെയിലിൽ നിന്നും രക്ഷപ്പെടാനായതിൻ്റെ സമാധാനത്തിലായിരുന്നു സൈനികർ. കാട്ടരുവിൽ നിന്നും അവർ വെള്ളം കുടിച്ചു. തമ്പുരാൻ്റെ വെളുത്ത കുതിര കാട്ടുപാതയിലൂടെ മെല്ലെ നടന്നു. കാടിൻ്റെ കുളിരറിഞ്ഞതോടെ അവൻ കൂടുതൽ ഉന്മേഷവാനായി. തൊട്ടടുത്ത് തന്നെ ശംഖുവിൻ്റെ കറുത്ത കുതിരയുമുണ്ട്. അവനും പതിവിലേറെ ഉത്സാഹത്തിലാണ്. തമ്പുരാൻ്റെ ശ്രദ്ധ മുഴുവൻ കാടിനുള്ളിലേക്കായിരുന്നു. എല്ലാ മരങ്ങളുടെയും മുകളിലേക്ക് അദ്ദേഹം നോക്കി. ഏതെങ്കിലും കണ്ണുകൾ തങ്ങളുടെ വരവും കാത്തിരിക്കുന്നുണ്ടോ എന്നറിയാൻ. മരങ്ങളിൽ മലയണ്ണന്മാരും കുട്ടിക്കുരങ്ങുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുമ്പൊരിക്കൽ ഇവിടെ വച്ച് നരിയെ കണ്ടത് ശംഖു തമ്പുരാനെ ഓർമ്മിപ്പിച്ചു. നരി നരനേക്കാൾ ഭേദമാണെന്ന് തമ്പുരാൻ മനസ്സിൽ പറഞ്ഞു. അവർ കാട്ടിലൂടെ മെല്ലെ നീങ്ങി. നരിയുടെയോ കടുവയുടെയോ അടയാളങ്ങളൊന്നും എങ്ങും കണ്ടില്ല. അകലെ നിന്നും പമ്പയുടെ കളകളാരവം കേൾക്കാം. പടയാളികൾ കൂടുതൽ ആവേശത്തോടെ നടന്നു. മഴ മാറിയതിനാൽ പമ്പ ഇപ്പോൾ ശാന്തയാണ്. പുലച്ചിമലയിൽ അതിവർഷം പെയ്തിറങ്ങിയാൽ പമ്പയുടെ രൂപം മാറും. അവൾ തലതല്ലി ഒഴുകും. വൻമരങ്ങളെ കടപുഴക്കിയിടും. ഇപ്പോൾ നിറയെ തെളിനീരാണ്. സന്ധ്യയാകാറാകുന്നു. ഇനി യാത്ര പറ്റില്ല. പമ്പാതീരത്ത് കൂടാരമുയർത്താൻ തമ്പുരാൻ ആജ്ഞ നൽകി. പടയാളികൾ സാധനങ്ങൾ ഓരോന്നായി ഇറക്കി വെച്ചു. അതിവേഗത്തിൽ കൂടാരങ്ങൾ ഉയർന്നു. തമ്പുരാൻ്റെ ശ്രദ്ധ അപ്പോഴും അതിലൊന്നുമല്ലായിരുന്നു. പമ്പയ്ക്കക്കരെ ഇരുണ്ടഗാധമായി കിടക്കുന്ന കാനനത്തിലേക്കായിരുന്നു നോട്ടം മുഴുവൻ. കുഞ്ചുകുറുപ്പ് രണ്ടും കൽപ്പിച്ച് അടുത്തിരുന്നു. തിരുമനസേ, അവിവേകമാണെങ്കിൽ പുറത്താലും. പതിവില്ലാത്തൊരു പടപ്പുറപ്പാടാണല്ലോ ഇക്കുറി. അടിയൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. കുറുപ്പേ, തൻ്റെയും എൻ്റെയും ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെയാണോ ഈ നടക്കുന്നത്? ഇത്രയും നാൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ദുഷ്ടജന്തുക്കളെ കാട്ടിലേക്ക് കയറ്റി വിട്ടു. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. ദുഷ്ടമൃഗങ്ങളാണ് ചുറ്റും, നായായും നരിയായും നരനായും.